കുറച്ച് ദിവസം മുമ്പ് എനിക്കൊന്ന് വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് കാർട്ടൂണിസ്റ്റ് ശ്രീ ടോംസ് മരിച്ചുപോയി, ഒരു ഓബിച്വറി എഴുതാമോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് മെസ്സേജ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് രാവിലെ 4 മണിയാണ്, എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ എണ്ണീറ്റപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കൊന്നൊരു ടീനേജ് ടൈമിലാണ് ബോബനും മോളിയും ബുക്ക് ഡൈജസ്റ്റ് ആയിട്ട് ഇറക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ബോബനും മോളിയും മനോരമ ആഴ്ചപ്പതിപ്പിലോ മറ്റോ ലാസ്റ്റ് പേജിൽ മാത്രമായിട്ടാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അന്നൊന്നും ഞാനത് അത്രയും വായിക്കുകയില്ല. പക്ഷെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബുക്കായിട്ട് ബോബനും മോളി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അത് വളരെ പോപ്പുലറാണ്. അപ്പോൾ ഞങ്ങളത് തമാശകൾ ഷെയർ ചെയ്യുകയും ഒത്തിരി ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാർട്ടൂണുകളാണ്. അതായത് അതിൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ചുറ്റിനും കാണാനും പറ്റും, അവരുടെ ആ ബിഹേവിയറൊക്കെ. പിന്നെ അന്നത്തെ കാലത്തെ പൊളിറ്റിക്സും എല്ലാം പുള്ളി വളരെ ചിരിപ്പിക്കുന്ന രീതിയിലും ചിന്തിപ്പിക്കുന്ന രീതിയിലും പുള്ളി വരയ്ക്കുമായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മനു, പുള്ളിയും ബോബനും മോളിയും ടോംസിൻ്റെ ഒരു ഫാനാണ്. പുള്ളി പറഞ്ഞു, മനു അതിലെ ആ പട്ടിക്കുട്ടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ സ്ലോ ആയിട്ട് അത് വായിക്കാൻ തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുക്ക് കിട്ടി, പെട്ടെന്ന് വായിച്ചു തീർക്കുക, പെട്ടെന്നുള്ള ചിരി, പെട്ടെന്നുള്ള സന്തോഷം, അങ്ങനെയുള്ള നോക്കുന്നത്. പക്ഷെ പിന്നീട് സാർ അങ്ങനെ പറഞ്ഞ പിന്നെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് ഓരോ ഫ്രെയിമിലും പുള്ളി കുറച്ച് വരകൾ കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ, അതിൽ ആ പട്ടിക്കുട്ടിയാണെങ്കിൽ പോലും അതിൻ്റെ റിയാക്ഷനിൽ പോലും നമ്മളെ ചിരിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിസ്സാര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, പുള്ളി അത് ആ കാര്യങ്ങൾ പോലും വരയ്ക്കുമ്പോൾ നമ്മളെ ആ നിസ്സാര കാര്യങ്ങൾ പോലും ഓരോ ഫ്രെയിമിൽ പോലും നമ്മളെ ചിരിപ്പിക്കുക പുള്ളി ചെയ്യുന്നു. ഇത് പലപ്പോഴും നമ്മളുടെ ആ ധൃതിയുടെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ചിരി വരണം, പെട്ടെന്ന് ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വായിച്ചാൽ പോകും. ലൈഫിലും നമ്മൾ ഒത്തിരി തിരക്കിട്ട് പോകുമ്പോൾ ചില നിസ്സാര കാര്യങ്ങൾ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടായിരിക്കും, ചിന്തിപ്പിക്കുന്നുണ്ടായിരിക്കും. ടോംസ് അത് കണ്ടു, പുള്ളിയുടെ മനസ്സിലുള്ളത് അദ്ദേഹം നല്ലതായിട്ട് അത് കൺവേ ചെയ്യാൻ പുള്ളി ശ്രമിച്ചു. പുള്ളിയുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ, ബോബനും മോളിയും എന്ന് പറയുന്നത് പുള്ളി കണ്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് പുള്ളി, അതിൽ നിന്നാണ് പുള്ളി കഥകൾ, പുള്ളിയുടെ ഭാവന ചേർത്ത് പുള്ളി എഴുതിയിട്ടുള്ളത്. അത് കാണാനുള്ള കണ്ണ് പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി അതിലൂടെ ഒത്തിരി പേരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളൊന്ന് ഒത്തിരി പേസിൽ അങ്ങ് വായിച്ചു പോകാതെ, ഒത്തിരി പേസിൽ നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങൾ നമ്മൾ ധൃതി വെച്ച് അങ്ങ് പോകാതെ, നമ്മളൊന്ന് മാറി നിന്ന് ഒന്ന് അടങ്ങി നിന്ന് ചിന്തിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നില്ലേ? കുറേയേറെ കാര്യങ്ങൾ കുറേ കാലത്തേക്ക്, ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കത്തില്ലേ? നമ്മുടെ ചുറ്റിനുമുള്ള നിസ്സാര കാര്യങ്ങളായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ. അവർ നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് സമയമെടുത്ത് ശ്രദ്ധിക്കുക. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ ഉണ്ട്. നോക്കുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നോക്കുന്നതിൻ്റെ കണ്ണിൽ ആദ്യമേ സൗന്ദര്യം ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ അവന് പുറത്തുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു.